வந்தாச்சு கைகாசு. ഏ നാഗരാജ, ഈ ദേവിക്കൊക്കെ ന്യായോ നാക്കു അന്യായമാ? അങ്ങോട്ട് അഴിക്കട അങ്ങോട്ട്. എന്താ പേര്? മലർ. എന്റെ പേര് ജോർജ് എന്നാ. മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ഫൈറ്റിനാണ് കളിക്കുന്നത്. എല്ലാത്തിനും കളിക്കും. ഞാൻ തലയ്ക്കാ കളിക്കുന്നത്. തൊട്ട് നോക്കിയാ നല്ല കട്ടിയില്ല. മന്ത്രി മന്ത്രി ബുക്കവിടെ. 100 തടവ് சொன்னா 100 തടവ് சொன்ன മാതിരി 600 സിനിമ അഭിനയിച്ചിട്ട് ഇതുവരെ ചുണ്ടനക്കാൻ പറ്റിയിട്ടില്ല. Good evening and welcome to Luna's Comedy Super Night. Luna's Comedy Super Nightലെ ഇന്നത്തെ അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ അതിഥികൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നായകന്മാരുടെ കയ്യിൽ നിന്നും ഒരുപാട് അടി വാങ്ങി കൂട്ടിയിട്ടുള്ളവരാണിവർ. ഒപ്പം പ്രേക്ഷകരുടെ ഒരുപാട് കയ്യടികളും. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ വേദിയിലേക്ക് അതിഥികളായി എത്തുന്നു അബു സലീം ആൻഡ് കൊല്ലം അജിത്. நானும் எவ்வளவு நாள் தான் நல்லவனாவே நடிக்கிறது. என்ன முடிஞ்சு போச்சா? ராமலிங்கம் ஏய் சுந்தரலிங்கம். காசு மேலே காசு வந்தே கொட்டுகிற நேரம் இதே. வாசு கருவ ராசலட்சுமிய தட்டுகிற வேலை இது. தட்டுனா விட்டத்தங் கொட்டினா நொட்டத்தங் ஆனந்தம் காவேரிதான். அட சுக்கிர உச்சத்தில் லக்கதான் மச்சத்தில் வந்தத கை காசுதான். எங்கும் மன்னர் தான் எங்கும் பின்னர் தான். அண்ணாச்சி ஆனந்தா ஆயாச்சே ஆரம்பம். നമസ്കാരം അജിത് ചേട്ടാ. താങ്ക് യു. വില്ലനെ കെട്ടിപ്പിടിക്കാൻ പേടിയാ. ഇവിടെയാണെങ്കിൽ അധികം പേടിയാ. നമസ്തേ. ഉടച്ചു കളയരുത്. താങ്ക് യു. ഒരുപാട് സന്തോഷായി. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നേ ചോദിക്കാവൂ. ചോദിച്ചോളൂ. ദേശീയ അവാർഡ് കിട്ടിയില്ലേ? അതിനുശേഷം ആ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ശരീരത്തിന് കുറച്ച് ഞാൻ മാറ്റം ഉണ്ടാക്കിയത് ഈ അടുത്ത സമയത്താണ്. ഈ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ നന്നായിട്ടൊന്ന് തടിയൊക്കെ കുറച്ചത്. കാരണം ഇതിൽ വരുന്ന എല്ലാ ആൾക്കാരും ദാണ്ട ഇക്കായൊക്കെ കണ്ടില്ലേ, നിങ്ങളൊക്കെ കണ്ടില്ലേ, നിൽക്കുന്ന ആളക്കാട്ട ജിമ്മൻ ബോഡി ആയിട്ടൊക്കെയാണ്. അപ്പം ഞാൻ മാത്രം എന്തിനാ വയറൊക്കെ ഇങ്ങനെ തള്ളിയിരിക്കണമെന്ന് കരുതിയിട്ട് ഞാനും ഒന്ന് കുറച്ച് നന്നായിട്ട് എക്സർസൈസ് ഉണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, അസലായിരുന്നു ഡാൻസ്. താങ്ക് യു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ലക്കാ. നന്നായിരുന്നു ശരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, രണ്ടുപേരുടെയും കൂടെയാണ്. ആർക്കും ഉത്തരം പറയാം. സിനിമയിൽ ഒരുപാട് അഭിനയിച്ചു, പിന്നെ ഡാൻസ്, ഇപ്പൊ ഡാൻസ് കളിച്ചു, സിനിമയിലും അത്യാവശ്യമൊക്കെ കളിക്കുന്നുണ്ട്, ഫൈറ്റ് അതിമനോഹരമായിട്ട് ചെയ്യുന്നു. ഈ 3 ഇതില് ഏറ്റവും ഈസി ഏതാണ് ഇക്കാലത്ത്? അറിയുന്നവർക്കല്ല ഈസിയാണ്. ഒരാഴ്ച ജിമ്മിൽ പോയിട്ടുണ്ടോ? ഞാൻ ജിമ്മിൽ പോവില്ല. എനിക്ക് ജിം ഇഷ്ടമല്ല. വേറെ ഒന്നും കൊണ്ടല്ല, ജിം ഇഷ്ടമല്ലാത്തതിന് കാരണമുണ്ട്. കാരണം അവിടെ ചെന്നിട്ട് ഒന്ന് ആലോചിക്കണം. ഞാൻ ഒരു ദിവസം ജിമ്മിൽ അവിടെ ചെന്നപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കായി വിയർത്ത് കുളിച്ച് കഠിനാധ്വാനം ചെയ്തിട്ട് പൈസ അങ്ങോട്ടും കൊടുത്തിട്ട് പോകും. അതാ ജിമ്മിൽ പരിപാടി. നമ്മൾ എത്രയും കൂടി അധ്വാനിക്കുകയും ചെയ്യണം, ജിമ്മിൽ പൈസയും കൊടുത്തിട്ട് വരണം. എന്തിനാ? അതിനെക്കാലം പറമ്പ് കളച്ചാൽ പോരെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ഫുൾ പറമ്പ് കളയാൻ തുടങ്ങി. അതിനുശേഷം ബോഡിയൊക്കെ നല്ല കല്ല് പോലെ വന്നു. ഇല്ലേ, ജിമ്മിൽ കൊടുക്കുന്ന പൈസ ഇവിടെ കൊടുത്താൽ മതി. ഇത് കാശും കൊടുക്കണ്ട. പക്ഷെ അതിൽ കാര്യമല്ല. അത് ജിമ്മിൽ പറമ്പ് കളച്ചു കഴിഞ്ഞാല്, കൈക്കോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രത്യേക മസിലുകളെ മൂവ് ചെയ്യുള്ളൂ.
ജിമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മസിലിനും നമുക്ക് അതിനുള്ള ഇതുപോലെ മൂവ്മെന്റ് വേണം, അതിനുള്ള എക്സസൈസ് കിട്ടിയേ പറ്റുള്ളൂ. നിങ്ങളപ്പോ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിനാണ് കളിക്കുന്നത്. എല്ലാത്തിനും കളിക്കും. ഞാൻ തലയ്ക്കാ കളിക്കുന്നത്. തൊട്ട് നോക്കിയാൽ നല്ല കട്ടിയില്ല കേട്ടോ. ഭയങ്കര കട്ടിയാ. അല്ല നോക്കട്ടെ, തലയ്ക്ക് മാത്രമല്ല തൊലിക്ക് നല്ല കട്ടിയാണ്. അതെ, തൊലിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കളിക്കുന്നുണ്ട്. നല്ല കട്ടിയുണ്ട്. ഇപ്പൊ ഒരുപാട് സിനിമകളിൽ ഇഷ്ടം പോലെ സ്റ്റാറുകളുടെ സൂപ്പർ സ്റ്റാറുകളെ എന്നൊക്കെ എല്ലാത്തിനും നേടിയിട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഒറിജിനലായിട്ട് ആരെങ്കിലും മാറിയിട്ട് തല്ലിയിട്ടുണ്ടോ? ഒറിജിനലായിട്ട് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഷൂട്ടിങ്ങിനിടയിൽ ഇടി കിട്ടിയിട്ടില്ല, പലപ്പോഴും വീണിട്ടൊക്കെ പരിക്ക് പറ്റാറുണ്ട്. പിന്നെ കാരണം നമ്മളിപ്പം ഇത് ചെയ്യുന്നതെല്ലാം നല്ല ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുകളാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പുതിയ ആൾക്കാരൊക്കെ ഫൈറ്റിലൊക്കെ പുതിയതായിട്ട് വന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം അടിയൊക്കെ പൊട്ട് കെട്ടി പോകാം. എനിക്ക് ഒരു തെലുങ്ക് സിനിമയിൽ ഞാൻ ഒരു ഇവിടെ ചെയ്യാത്തൊരു കാര്യമാണ്. തെലുങ്ക് സിനിമയിൽ ഒരു സിനിമയിൽ ഞാൻ ഒരു ബലാത്സംഗം ചെയ്യുന്ന സീനുണ്ട്. ഒരു പഴയ പീരിയോഡിക്കൽ മൂവിയാണ്. ഇവിടെ അവസരം കിട്ടിയില്ല. അല്ല, അപ്പോഴേക്കും ഇവിടെ നിന്ന് പോയി. അപ്പൊ അതില് ആ ഒരു സ്ത്രീന്റെ കുട്ടി വന്നിട്ട് ഒരു വിളക്ക് കൊണ്ട് അടിക്കുന്ന ബാക്കിൽ നിന്ന് അടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പൊ അത് ഡെമ്മി വിളക്ക് ഉണ്ടായി വെച്ചിരുന്നു. അപ്പൊ അത് നാട്ടിലുള്ള ആളെന്തോ മാറ്റി വെച്ചിട്ട് ഒറിജിനൽ വെച്ചിട്ട് അവിടുന്ന് മാറിപ്പോയി. അത് ഈ പയ്യൻ വന്ന് എന്റെ പുറത്ത് വന്ന റൈറ്റ് അടിയാ. കോടി രാമകൃഷ്ണൻ അടക്കം ചൂടായി ഞാൻ. ഡയറക്ടർ അടക്കം ചൂടായി ഞാൻ ആ കാര്യത്തിൽ. പുറത്ത് ടപ്പൊന്ന് അടിയിട്ടല്ലേ, 5-6 വയസ്സായ പയ്യൻ വന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കല്ലേ. നിങ്ങൾ ഗുണ്ടകൾ തമ്മിൽ എപ്പോഴെങ്കിലും ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്? എങ്ങനെ മനസ്സിലായില്ല? അല്ല, ഇത് ഇപ്പൊ ഇക്ക ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ, പിന്നെ നമ്മുടെ ഭീമൻ രഘു, ഇവരെല്ലാം വില്ലൻ വേഷങ്ങൾ ചെയ്ത ആൾക്കാരാണ്. അവരൊക്കെ ബാബുരാജ് ഇപ്പൊ കൊമേഡിയൻ ആണെങ്കിലും. അപ്പൊ അവരൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള പോലെ എനിക്ക് ഒരിക്കല് കുട്ടാട്ടൻ, അതായത് വിജയരാഘവൻ ഒരിക്കലും പറഞ്ഞു, പിന്നെ എനിക്കൊരു ഊമയായിട്ടൊരു സിനിമയിൽ അഭിനയിക്കണം. വിജയരാഘവൻ ചേട്ടൻ ആരോടാ പറയുന്നത്? ഞാനും ബാബുരാജ് ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്. അപ്പൊ ബാബുരാജ് ഇങ്ങനെ നിന്നിട്ട് ഒരു പുച്ഛമാക്കിയിട്ട്, അപ്പൊ കുട്ടേട്ടൻ എന്താ വെച്ചാൽ അങ്ങനത്തെ അതിന്റെ ഈ ഊമയായിട്ട് ഭാവാഭിനയം കാഴ്ചവെച്ചിട്ടുള്ള അഭിനയത്തിന്റെ അത്തികവ് കാണിക്കാനുള്ള ഒരു അവസരമാണ് പുള്ളി പറയുന്നത്. അപ്പം ബാബുരാജും ഞാനും കുറച്ച് ഈസി മെറ്റലെടുത്തു. അപ്പൊ കുട്ടേട്ടൻ ചോദിച്ചാൽ നിങ്ങൾ അത്ര ഈസി ആയിട്ട് പറയും. അല്ല, കമലഹാസൻ വരെ അടുത്ത കാലത്താണ് ഊമയായിട്ട് അഭിനയിച്ചത്. ഞങ്ങൾ സിനിമയിൽ വന്നിട്ട് 10-40 സിനിമയിൽ വേറെ ഊമയായിട്ട് അഭിനയിച്ചത്. ഒരു ഡയലോഗ് ഇല്ല. ഈ സംഭവം ഞാൻ പ്രിയൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി. പ്രിയൻ സാർ ഉള്ള സമയത്താണ് ഇത് പറയുന്നത്. പ്രിയൻ സാർ ചിരിച്ചു വേണ്ട പുള്ളി പറഞ്ഞ് പല കോമഡി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞാൻ സിനിമ എടുത്തിട്ടും ലൊക്കേഷൻ ഇത്രയും ചിരിച്ച ഞങ്ങളുടെ കൂടെ. ഒരാളുടെ മനസ്സിന്റെ വേദനയാണ് കാണിച്ചത്. അത് 40 സിനിമയെ അഭിനയിച്ചിട്ടുള്ളൂ. 600 സിനിമ അഭിനയിച്ചിട്ട് ഇതുവരെ ചുണ്ടനക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടാ, ഇവിടെ നിന്ന് കുറെ ചുണ്ടനക്കിക്കോ. അതെന്തായിട്ടാ, എന്തുകൊണ്ട് ആൾക്കാർ തിരിച്ചറിയാതെ? ഡയറക്ടറും തിരക്കഥാകൃത്തും ഒക്കെ അവരൊക്കെ കുറച്ചുകൂടെ ബോധവന്മാരാവണം. അല്ല, അജിത്തിന്റെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചുണ്ടനക്കിയ പടങ്ങളിലും അജിത്ത് ശബ്ദം കൊടുത്തിട്ടില്ല, ഡബ് ചെയ്യാറില്ല. എന്താ കാരണം അജിത്തെ? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് മദ്രാസിലാണ് ഡബിങ്. അപ്പൊ നമ്മളെ ഇവിടുന്ന് അതൊക്കെ അന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ കാലത്തെ കാര്യമാണ് ഞാൻ തന്നെയാണ് ഡബ്. ഈ അടുത്ത സമയത്ത് നോട്ട് ചെയ്തേക്ക്. അതെ, ഡയലോഗ് കുറച്ചെങ്കിലും ഒരുപാട് പറഞ്ഞ സിനിമ ഏതാണ്? അതെന്തായാലും നമുക്കൊരു കലാകാരന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വേഷം ഉണ്ടാവുമല്ലോ, അത് ഇക്കയുടെ അനുഭവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡയലോഗ് പറഞ്ഞത് തെലുങ്കിലാണ്. ഫസ്റ്റ് ഫിലിം തെലുങ്കില്. എന്നിട്ടും മലയാളത്തിൽ ആരും ഡയലോഗ് അല്ല, മലയാളത്തിലുണ്ട്, പക്ഷെ തെലുങ്കിലാണ് ഏറ്റവും കൂടുതലുള്ള ഒരു 12 വരെയുള്ള ഒരു ഡയലോഗ്. ഫസ്റ്റിൽ അഭിനയിക്കുന്ന മൂവിയിൽ ഫസ്റ്റ് ദിവസം എടുത്ത് ഷൂട്ട് ചെയ്തത്. അത് ഇപ്പോഴും എനിക്ക് ബൈഹാർട്ടാണ്. തെലുങ്ക്. എന്റെ ദൈവമേ, എന്നാ അതൊന്ന് പറഞ്ഞേക്കാം. ദേവി എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കോടി രാമകൃഷ്ണൻ ഡയറക്ട് ചെയ്ത തെലുങ്ക് മൂവി. ఏ దేవి ఈ దేవికొక న్యాయం నాకు అన్యాయమా నేను తప్పుగా ప్రవర్తించానని శుద్రశక్తుల్ని ఉపాసించానని మను లోకనీతి చేసినాను అవనీతి చేసినాని ఈ దేవి వేసిన నిందా సాక్ష్యాలు నమ్మి నన్ను నీ చీకటి లోకానికి తొక్కి అక్కడ బ్రతకమని శిక్ష వేశారు మీరు. మరి మన నాగులకు విరోధులైన మానవులను ఉద్ధరించడానికి పాల్పడిన ఈ దేవిని ఎందుకు శిక్షించావు? మళ్ళీ నీ లోకానికి ఎందుకు ఆహ్వానిస్తున్నావు? ఆమెని చీకటి లోకానికి తొక్కు. എന്തോ ഒരു കൗണ്ടർ പറഞ്ഞു. എന്താണ് കൗണ്ടർ? ഇത്രയും കഷ്ടപ്പെട്ട് ഈ തെലുങ്ക് പഠിച്ച സ്ഥിതിക്ക് മര്യാദക്ക് പള്ളിക്കൂടത്തിൽ ഇതുപോലെ കാണാതെ പഠിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എവിടെയോ എത്തി നിൽക്കേണ്ട ആളായിരുന്നു. അല്ല, മര്യാദക്ക് അദ്ദേഹം മര്യാദക്ക് എന്റെ കൂടെ പഠിച്ച ആൾക്കാർക്ക് ഒരുപാട് അവിടെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ എത്തി. ഇത് എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഡയലോഗ് പറയുന്നത്? അവിടെ
ഈ നാഗരാജ, അതായത് സർപ്പത്തിന്റെ ഒരു കഥയാണ്. ഈ നാഗകന്യകയായിട്ടാണ് പ്രേമ വില്ലനായിട്ട് ഞാന് വില്ലൻ. വില്ലനായിട്ട് എന്നെ നിന്നൊന്ന് ആ ഡയലോഗ് പറഞ്ഞ എന്നോട് റെഡി. നാഗരാജൻ ഇവിടെ ഉള്ളത് സ്പേസിൽ വന്നിട്ട് പേടകത്തിൽ നിൽക്കുകയാണ്. ഗ്രാഫിക്സിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്ത ഫസ്റ്റിലത്തെ മൂവിയാണ് അത് ഇന്ത്യയിലെ ദേവി. అప్పుడు అది నాగరాజు ఏ నాగరాజా ఈ దేవికి న్యాయో నాకు అన్యాయమా నేను తప్పుగా ప్రవర్తించాను శుద్ధతకి ఉపాసించాన్ని మన లోకనీతి అవినీతి చేసినాను ఇవి దేవి వేసిన నిందా సాక్ష్యాలు నమ్మి నన్ను నీ చీకటి లోకానికి తొక్కు അതൊക്കെ ഇതെങ്ങനെ പുള്ളിയുടെ കാര്യത്തിൽ തന്നെ എന്നെ കണക്കാക്കുന്നത് എനിക്കതാ പ്രശ്നം. ഇത് മാറ്റി പറയാനുണ്ട്. ശരി ചേട്ടൻ നാളെ എനിക്ക് തെലുങ്ക് കിട്ടിയാലും അതനുസരിച്ച് പഠിക്കാൻ. അത് ചേട്ടൻ ഈ ഡയലോഗ് എത്ര ദിവസം എടുക്കും പഠിക്കാൻ? ഇത് എടുക്കണമെങ്കിൽ എനിക്ക് 1 മാസം എടുക്കേണ്ടി. 1 മാസം എടുക്കും? ആ ചുമ്മാതല്ല നിങ്ങൾക്ക് ഡയലോഗ് കിട്ടാത്തത്. അതുകൊണ്ടായിരിക്കാം. ഒരു ഡയലോഗ് ഇത് നമ്മുടെ സിനിമ ഒരു 30 ദിവസമൊക്കെ ഒരു ഡയലോഗ് പഠിക്കാൻ ഇതെങ്ങനെ എത്ര സമയം കൊണ്ട് പഠിച്ച്? ഇതെനിക്കൊരു ഗുണം കിട്ടി. കാരണം ഈ മലയാളത്തിൽ ഇപ്പോൾ ഒരു ഡയലോഗ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം പറയാം. മലയാളത്തിൽ ഡയലോഗ് തന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വടക്ക് പിന്നെ വയനാട്ടിൽ കേരളത്തിൽ സംസാരിക്കുന്ന ഭാഷ ചില വാക്കുകൾ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ഒരു ഡയലോഗ് തന്നു കഴിഞ്ഞാൽ ആ ഡയലോഗിൽ തന്നെ പല വാക്കുകളും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം തെറ്റും. എന്നിട്ട് തെലുങ്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയാണ്. പഠിച്ചതല്ലാതെ വേറൊന്നും മാറി കയറി വരില്ല. പിന്നെ കുറേ വാക്കുകൾ മലയാള വാക്കുകളായിട്ട് സാമ്യമുണ്ട്, അർത്ഥം വേറെ ആണെങ്കിലും. അപ്പം അത് മനസ്സിൽ വെച്ച് പഠിച്ച് ഞാൻ എഴുതി പഠിച്ചു. അപ്പോൾ ഫസ്റ്റിലത്തേത് ഗ്രാഫിക്സ് ഡോട്ടാണ്. ഫസ്റ്റിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ബ്ലൂ മാറ്റ് വർക്കാണ്. അപ്പോൾ ഞാൻ അവൻ ലേറ്റായി കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് കഴിഞ്ഞപ്പോൾ നാളെ രാവിലെ എടുക്കാണ്. പിന്നെ രാത്രി ഇരുന്ന് പഠിച്ചു. പക്ഷേ ഫസ്റ്റ് ഷോട്ടിൽ ഓക്കെ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ മര്യാദയ്ക്ക് ഡയലോഗ് എന്ന് കഴിഞ്ഞാൽ കാണാതെ പഠിച്ച് പറയാൻ വയ്യ അല്ലേ? തരണ്ടേ പറയൂ. ഓക്കെ കൊടുക്കണം പ്ലീസ്. അദ്ദേഹത്തിന് ഡയലോഗ് ആരും തന്നില്ലെങ്കിൽ ഞാൻ തരും. അല്ല, ഡയലോഗിലൊന്നല്ല കാര്യം, അഭിനയം ഡയലോഗൊന്നും മാത്രമല്ല. അല്ല, ഈ ഭാവാഭിനയങ്ങളാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഡയലോഗ് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ദേശീയ അവാർഡ് വാങ്ങിച്ചത്. അല്ല അത് ശരിയാ. ഞാൻ ദേശീയ അവാർഡ് വാങ്ങിയ ചിത്രത്തിൽ 8 ഡയലോഗ് പറഞ്ഞിട്ടുള്ളൂ. 2 മണിക്കൂർ മതിയല്ലോ. ഡയലോഗിൽ പ്രാധാന്യമൊന്നുമില്ല. അല്ലാതെ ലൊക്കേഷനിൽ വെച്ചിട്ട് എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ജോഷി സാറിന്റെ പടത്തിൽ അത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് ചിരി വരികയാണ്. ഇത് നടന്നത് മഹായാനം എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഇതുപോലെ രാത്രി ഒരു 2:30-3 മണിയായി. അപ്പം സീമയുടെ വീടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് കുറേ വില്ലന്മാർ വന്ന്, ഞാൻ ഉൾപ്പെടെ കുറേ വില്ലന്മാർ വന്ന് തിയേറ്ററാണ് സംഭവം. അപ്പോൾ ആ വീടിൻ്റെ കുറേശ്ശെ ഭാഗങ്ങൾ ഷോട്ട് ബൈ ഷോട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന സമയം ഈ പറഞ്ഞ കണക്ക് അർദ്ധരാത്രി കഴിഞ്ഞു 2:30 മണി എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ ഉറക്ക സമയത്ത് ഞാൻ നോക്കുമ്പം ഈ ബാക്കിയുള്ള പ്രൊഡക്ഷനിലെ ആൾക്കാരും മറ്റുള്ളവരും ഒക്കെ ഒരു ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിക്കുകയാണ്, അണച്ച് വീണ്ടും കത്തിക്കും, വീണ്ടും ഷോട്ട് എടുക്കും. അങ്ങനെയാണ് സംഭവം. ഞാൻ ഈ കണ്ണും തിരുമ്മിയിട്ട് അണച്ച് വരുമ്പോഴത്തേക്ക് അയാളുടെ അണച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത സംഭവം ഇങ്ങനെ അണയ്ക്കുന്ന സമയത്ത് ഞാൻ ഓടി ചെന്നിട്ട് ഞാനും നോക്കി, പാവം ഇവരെല്ലാം കഷ്ടപ്പെടുകയല്ലേ, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നൊരു ബക്കറ്റ് എടുത്ത് കോരി അങ്ങ് ഒഴിച്ചു കൊടുത്തു. അതെന്താണ്, പെട്രോളാ? പെട്രോൾ ആയിരുന്നു. കംപ്ലീറ്റ് ലൊക്കേഷൻ കംപ്ലീറ്റ് തീ പിടിച്ച് ജോഷി സാർ ഒന്നും പറഞ്ഞില്ല. ജോഷി സാർ എന്നെ ഒന്നും പറഞ്ഞില്ല, എന്നെ ഒരു നോട്ടം നോക്കിയതേ ഉള്ളൂ. ആ നോട്ടത്തിൽ ജോഷി സാറിന്റെ ഒരുപാട് നോട്ടങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞു, എനിക്കിതുവരെ അവസരം കിട്ടിയിട്ടില്ല. ജോഷി സാറിന്റെ പടത്തിൽ ഇതുവരെ വർക്ക് ചെയ്തില്ല. അയ്യോ, അതൊരു ഭയങ്കര അത്ഭുതമാണല്ലോ. സാധാരണ എല്ലാ ഗുണ്ടമാരും അല്ലെങ്കിൽ ഗുണ്ടാവേഷം ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നതാ. അതെന്താ അങ്ങനെ എനിക്കറിയില്ല. പലതിലും ആദ്യം ഉണ്ടെന്നൊക്കെ പറയും, പിന്നെ ആ സമയം വരുമ്പോൾ ഉണ്ടാവാറില്ല. ഓക്കെ, എന്തായാലും സാറിന്റെ അടുത്ത പടത്തിൽ ഇക്കാക്ക് ഒരു വേഷം കിട്ടട്ടെ. അങ്ങനെ ഇത്രയും വലിയൊരു കലാകാരൻ ഒരിക്കലും ജോഷി സാറിന്റെ പടം ചെയ്യാതെ പോകരുത്. പിന്നെ ശരിക്കും എത്ര വർഷമായി ചേട്ടൻ സിനിമയിലെത്തിയിട്ട്? സിനിമയിൽ വന്നിട്ട് ഒരു 33 വർഷം. 33 വർഷം കഴിഞ്ഞു. എത്ര ചിത്രങ്ങൾ അഭിനയിച്ചു? അങ്ങനെ എടുത്ത് വലിയ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. 1989 ഞാനൊരു ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേതാ? അതിൻ്റെ പേര് അഗ്നിപ്രവേശ്. ആരായിരുന്നു ഡയറക്ടർ? ഡയറക്ടർ ഒരു വിജയകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. ക്യാപ്റ്റൻ രാജു, സുകുമാരിയമ്മ, നമ്മളെ അമ്പിളിച്ചേട്ടൻ. നായകനായിട്ട് അഭിനയിച്ചിട്ട് വീണ്ടും തല്ലുള്ളാനായിട്ട് ഇറങ്ങി തല്ലുള്ളാനായിട്ടല്ല, അതിലൂടെയാണ് ഞാൻ അങ്ങനെ വരുന്നത്. ഞാനൊരു ഇൻകമിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇക്കായോ എത്ര വർഷമായി സിനിമയിൽ? 2016 40 വർഷവും. എന്തായാലും നല്ല സീനിയോറിറ്റി ഉണ്ടല്ലേ?
ഉണ്ട്. എനിക്കൊന്ന് മലയാള സിനിമയുടെ കാരണവർ വേണമെങ്കിൽ ചേട്ടന് കൊടുക്കാമെന്ന് തോന്നുന്നു. കാരണമൊക്കെ തന്നെയാണ്, കാരണമില്ലായൊന്നുമില്ല. മകൻ ഫിലിം ആക്ടറായിരുന്നു. 2-3 പടം ചെയ്തു. 2 പടം ചെയ്ത് ഇപ്പൊ എന്താണ്? ഇപ്പൊ ബിസിനസ്സിലാണ്. ബിസിനസ്സിലേക്ക് അങ്ങ് തിരിഞ്ഞു. എന്തായാലും സിനിമയിൽ നല്ല വേഷങ്ങൾ ഇട്ടേ ചെയ്യും. ഉറപ്പായിട്ട് ഷാനു എനിക്കറിയാം, എന്റെ നല്ല സുഹൃത്താണ്. മകളുടെ കല്യാണം കഴിഞ്ഞു, മകന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞു, എല്ലാരും കഴിഞ്ഞു. അവർക്ക് കുട്ടികളുമായി 2 കുട്ടികൾ. കണ്ടാ ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടി ചെറുപ്പമാണെന്ന് തോന്നും. അപ്പൂപ്പ പൂർണ്ണ സംതൃപ്തനാണ് ജീവിതത്തിൽ. താങ്കളോ? ഞാൻ സംതൃപ്തൻ എന്ന് പറയാൻ പറ്റില്ല. അതെന്തേ? എൻ്റെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, മകനും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവള് ഡിഗ്രിക്ക് പഠിക്കുന്നു, മോൻ +1 പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം, എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഒരുപാട് സന്തോഷമല്ലേ ജീവിതം സന്തോഷം തന്നെ. പ്രത്യേകിച്ച് ഒരു വലിയ ഭരത് അവാർഡ് വാങ്ങിച്ചൊരു നടൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ ഒരു അവസരം കിട്ടുക, അത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇനി പെർഫോമൻസ് ഉണ്ട്. അജിത്തേട്ടന്റെയും പിന്നെ കാരണവർ. അപ്പോ പെർഫോമൻസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കാം, അവിടെ ഇരിക്കാം, എന്നിട്ട് തിരിച്ചു വരണം. ഓക്കെ, താങ്ക് യു സർ. എന്റെ ജോർജേട്ടാ ഇങ്ങോട്ട് വാ. എന്റെ ജർമ്മൻ ജോർജേട്ട ഒന്ന് ഇങ്ങോട്ട് കേറി വാ. നീ ഇതെവിടെയാ കൂട്ടിക്കൊണ്ടുവന്നത്? അവിടെ പ്രശസ്തനാന്ന് പറഞ്ഞിട്ട് ഈടിയാ കൂട്ടിക്കൊണ്ടു. ഈ ലൈറ്റൊക്കെ ഇട്ട സ്ഥലത്ത് കൊണ്ടുവന്നാൽ ഞാൻ പ്രശസ്തനാവും. എന്റെ ജോർജേട്ടൻ ഇപ്പൊ എവിടെയാ നിക്കണേന്ന് ജോർജേട്ടൻ അറിയോ? ഇല്ല, അറിയില്ല. കോമഡി നൈറ്റിന്റെ വേദിയിലാ. ഇവിടെ നിന്ന് ജോർജേട്ടൻ എന്ത് നല്ല കാര്യം ചെയ്താലും ഇവര് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കും. ലോകം മുഴുവൻ കാണും ചേട്ടനെ. ലോകം മൊത്തം കാണുമോ? ഇതെന്താ സ്കാനിങ് സെന്ററാ? ലോകല്ല, ലോകം മൊത്തം ചേട്ടനെ കാണുന്നത്. അത് ശരി. അല്ല, എന്നാലും എനിക്ക് പ്രശസ്തനാകണം, നല്ല പ്രശസ്തനാകാൻ പറ്റുമോ? പിന്നെ പ്രശസ്തനാവും പറ്റില്ലേ? അല്ല, ഞാൻ ഇത് എന്താ കാരണം, ഇത് പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാല് 2-3 തവണ പ്രശസ്തനാകാൻ വേണ്ടിട്ട് ഞാൻ ഓരോ സംഭവം ചെയ്തിട്ട് ഞാൻ തോറ്റുപോയ ആളാണ്. അപ്പൊ നീ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ആദ്യം എന്താ ചെയ്തെന്നറിയോ? എന്റെ നാട്ടിൽ തന്നെ ഈ പള്ളി ഉണ്ടല്ലോ, പള്ളിയിലെ പെരുന്നാളിന് ഞാൻ പ്രദക്ഷിണ പോകുന്ന സംഭവം എന്റെ വീട്ടിന് മുമ്പിൽ എത്തിയാൽ എല്ലാരും വിളിച്ച് ഞാൻ മോരും വെള്ളം കൊടുത്തു. നല്ല കാര്യല്ലേ? പെരുന്നാളിന് പ്രദർശനം ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ചൂട് പിടിച്ചിരിക്കും, ഒരു ഗ്ലാസ് മോരും വെള്ളം കൊടുക്കാൻ നല്ല നന്മയുള്ള കാര്യല്ലേ? മോരും വെള്ളം കൊടുത്ത് വൈകുന്നേരം ആകുമ്പോൾ പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം വയറിളക്കും. ദൈവമേ, പള്ളിയിലച്ചൻ വയറിള കയറ്റി 3 ദിവസം ഹോസ്പിറ്റലിൽ. കുർബാനി മുടങ്ങി എന്നെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കി ചെയ്ത്. അതാ പറഞ്ഞ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പാടില്ല. കഷ്ടായി പോയല്ലോ. പിന്നെ ഒരിക്കൽ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ പ്രശസ്തനാണെങ്കിൽ ഇലക്ഷൻ നിൽക്കണം, നല്ല സംഭവം പറഞ്ഞു. അങ്ങനെ ഇലക്ഷൻ നിന്ന് 13 ലക്ഷം ഉറുപ്പ്യ എന്റെ പൊടിഞ്ഞത്. അപ്പൊ നല്ല വോട്ട് കിട്ടി. ജോർജേട്ടൻ ജയിച്ചിട്ടുണ്ടാവില്ലോ അല്ലേ? 9 വോട്ടാ കിട്ടിയത്. ഇതാണ് ചിലവരുടെ സ്വഭാവം അനുസരിച്ചാണ് വോട്ട്. അതൊന്നും പറയണ്ട. അപ്പൊ പ്രശസ്തനാകാൻ ഞാൻ എന്താ ചെയ്യണ്ട? അല്ല, ജോർജേട്ടൻ ഈ പ്രശസ്തനായിട്ട് ഇഷ്ടം പോലെ കാശുണ്ട്, പണുണ്ട്, നല്ല വസ്ത്രമുണ്ട്, ഭക്ഷണം, പിന്നെന്താ ഈ പ്രശസ്തനാവണെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ കല്യാണം കഴിച്ചിട്ട് 20 കൊല്ലായി. 20 കൊല്ലം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ ഭാര്യ ജർമ്മനിയിലേക്ക് പോയി. മക്കളൊന്നും ഇല്ലല്ലേ? മക്കളുണ്ട്. 4 മക്കളില്ലേ? 4 മക്കളുണ്ട്. 4 മക്കളുണ്ട്. പക്ഷെ ഈ പോയിട്ട് എന്ന് പറഞ്ഞാല് എനിക്ക് ഇഷ്ടം പോലെ പൈസ ഇങ്ങനെ അയച്ചു, ഒരുപാട് പൈസകൾ അയച്ചു. പൈസ ഒരു വിലയില്ല എനിക്ക്. ചേച്ചിക്ക് ജോർജേട്ടൻ ഒരു വിലയും ഇല്ല. അതെന്നെയാ പ്രശ്നം. അതുകൊണ്ട് ഈ വില ഉണ്ടാക്കാനാണ് എനിക്ക് പ്രശസ്തനാവണമെന്ന് ഞാൻ പറയുന്നത്. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രശസ്തനാവണമെങ്കിൽ ചേട്ടൻ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ കാര്യം പറയും? ഇപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ പുസ്തക അച്ചടി ഇല്ല. ഏത് ചെടിയില്ല? ചെടിയല്ല, പുസ്തകം അച്ചടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇപ്പോ ടെക്സ്റ്റ് പുസ്തകം ഇതുവരെ കിട്ടിയിട്ടില്ല. ചേട്ടൻ കുറച്ച് പൈസയൊക്കെ മുടക്കി കുറച്ച് പുസ്തകമൊക്കെ അച്ചടിച്ച് ഈ വേദിയിൽ മന്ത്രിനെയൊക്കെ വിളിച്ച് അത് പിള്ളേർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ കണ്ട് ഇവര് ലോകം മൊത്തം ഷൂട്ട് ചെയ്ത് കാണിച്ച് ചേട്ടൻ നല്ല പ്രശസ്തനാകും. കുട്ടികളുടെ ഇടയില്, മാതാപിതാക്കളുടെ ഇടയില്, അധ്യാപകരുടെ ഇടയില്. എന്തിനേറെ പറയുന്നു, ചേട്ടന്റെ ഭാര്യ ജർമ്മനിയിൽ ഇരുന്നത് കണ്ടിട്ടേ പറന്ന് വന്ന് ചേട്ടൻ ഇങ്ങനെ കൊത്തിയെടുത്തുണ്ടോ? അല്ല, കൊത്തിക്കൊണ്ടോന്നും വേണ്ട. ഇല്ല, കടലിലേറ്റം വീട്ടുണ്ടെങ്കിലോ ഫ്ലൈറ്റിൽ പോയിക്കോളൂ. അല്ല, പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങള് എന്ത് നന്മ ചെയ്യണമെങ്കിലും അത് നല്ല ടച്ചിങ് ആയിരിക്കണം. എന്നാ പിന്നെ നമുക്ക് ഓരോ ടാബ് മേടിച്ചു കൊടുത്താലോ? ടച്ചിങ് ആയിട്ട്. എന്റെ ചേട്ടാ, ആ ടച്ചിങ് അല്ല പറഞ്ഞേ, മനസ്സിൽ കയറണം.
ടാബൊക്കെ വാങ്ങിച്ചു കൊടുത്ത ചേട്ടന്റെ പോക്കറ്റ് കീറും. അല്ല ഞാൻ വിചാരിക്കുന്ന പറഞ്ഞല്ലോ എന്റെ എല്ലാം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പാഠപുസ്തകത്തിന്റെ ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. പാഠപുസ്തകത്തിന്റെ ഒരു പ്രശ്നമില്ല. ഇല്ല. അതെന്തേട്ടാ? ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, പാഠപുസ്തകം കണ്ടിട്ടുമില്ല. എന്റെ ജോർജ് ചേട്ടാ, ഞാൻ ഇവിടെയുള്ള ആളുകളോട് എന്താ പറഞ്ഞു പരിപ്പിച്ചേണെന്നറിയോ? ചേട്ടൻ ഡിഗ്രി വിദ്യാഭ്യാസം ഉള്ളവനാണ്, നല്ല സമ്പാദ്യം ഉള്ളവനാണ്, നല്ല വിവരം വിവേകം ഉള്ളവനാണ്. ഈ സമയത്ത് ചേട്ടൻ വിദ്യാഭ്യാസം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ആകെ പ്രശ്നമാട്ടാ. ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി സ്കൂളിലെ മാഷോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് പുസ്തകം ബാക്കാൻ പോയിട്ട് അച്ചടിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. മാഷ് വരും. ഇതല്ല ഞാൻ പറഞ്ഞ മാഷ്. കൊട്ടേഷൻ ടീമിനെ പോലെ ഉണ്ടല്ലോ. കൊട്ടേഷൻ ടീമിനെ പോലെ ഇപ്പൊ നടക്കണം. രക്ഷാകർത്താക്കൾ പേടിച്ചിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പാഠപുസ്തകം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ 2 ബോഡി ഗാർഡുകൾ ഇങ്ങനെ വെച്ചേക്കാണ്. എനിക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ 2 ആളും പുറത്ത് നിന്നോ. ഞാൻ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്റെ 2 വശത്ത് നിന്ന് നിൽക്കണം. ജീവന്മാരുടെ പോരാട്ടാണ്. പോയിരുന്നോ? ഓക്കെ. ഇതാരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ജർമ്മൻ ജോർജ്. നമസ്കാരം. ഞാന് നാരായണ മാഷ്. നാരായണൻ മാഷ് എന്നൊന്നും പറഞ്ഞാൽ സ്കൂളിൽ മനസ്സിലാവില്ല. മൂട്ട നാരായണൻ മാഷ് എന്ന് പറഞ്ഞാലേ സ്കൂളിൽ കുട്ടികൾക്ക് മനസ്സിലാവും. അത് ശരി, എല്ലാ മാഷന്മാർക്കും ഇങ്ങനെ ഇരട്ട പേരുണ്ടാവും. മൂട്ട നാരായണൻ മാഷ് നല്ല പേരാ. ജോർജേട്ടനുണ്ട് ഒരു ഇരട്ട പേര്. ജർമ്മൻ ജോർജ്. ജർമ്മൻ ആണ് ഇരട്ട പേര്. അല്ല, ഭാര്യ ജർമ്മനിലാണേ. ഭാര്യയുടെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന ആളാ. ജർമ്മൻ. മൂട്ടിന്തേളൊക്കെ പിന്നെ പറയാം. കാര്യത്തിലേക്ക് കിടക്ക്. അപ്പൊ എത്ര കുട്ടികളാണ് നിങ്ങളെ സ്കൂളിലുള്ളത്? ഞങ്ങള് സ്കൂളിൽ 800. 800. അപ്പൊ ഒരു കാർക്കുള്ള കുട്ടികളേ ഉള്ളൂ. ജോർജേട്ടൻ എന്നിട്ട് പറഞ്ഞ 800 എന്ന് പറഞ്ഞാൽ 800 കുട്ടികൾ. 800 കുട്ടികൾ. അല്ല 800 കുട്ടികൾക്കല്ല നമുക്ക് ബുക്ക് കൊടുക്കാൻ പറ്റും. 800 കുട്ടികൾക്ക് ബുക്ക് തരാന്ന് വേണ്ട എന്നെ വിളിച്ചു വരുത്തിയത്. നിങ്ങൾ ബുക്ക് അടിച്ചു തരാം. പക്ഷെ ഞാൻ ജോർജേട്ടനോട് സംസാരിക്കട്ടെ. എന്റെ ജോർജേട്ടൻ 800 കുട്ടികൾക്കൊന്നും നമ്മൾ പുസ്തകം കൊടുക്കുന്നില്ല. ആകെ ഒരു 50 പുസ്തകം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാൻ അച്ചടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ പുസ്തകം കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് പിന്നെ അച്ചടിക്കുന്നതിന്റെ അനുസരിച്ച് അത് കൊടുക്കാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെ, നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുസ്തകമാണ് അച്ചടിച്ചിട്ടുള്ളത്. അതാണ് തരുന്നത്. അതെന്ത് വർത്താനങ്ങൾ പറഞ്ഞു? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുസ്തകം അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. 7ാമത്തെ പാഠം മഴവില്ലാണ്. അപ്പൊ മഴവില്ല് കാണിച്ചു കൊടുക്കണ്ടേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കഴിഞ്ഞാൽ കറുപ്പ് വെള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. മഴവില്ല് അങ്ങനെ കാണിക്കും. നിങ്ങൾ മഴവില്ലിന് എത്ര നിറമുണ്ട്? ഇപ്പൊ മഴവില്ല് 7 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. കുട്ടികളും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ കുറച്ച് വരഞ്ഞിട്ട് അങ്ങനെ ആക്കിയാൽ മതി. കളറുണ്ട്. ജോർജേട്ടൻ കാശ് കൊടുക്കണ ജോർജേട്ടൻ പറയണ മാതിരി കാര്യങ്ങൾ ചെയ്താൽ അത് പിന്നെ ഇതെന്താ എനിക്കെന്താ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനോട് എന്താ എനിക്ക് ഇത്ര പുച്ഛം? പണ്ട് സിനിമയൊക്കെ ഇറങ്ങിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? TV ഇറങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? നീ എടുത്ത ഡ്രസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇപ്പോഴത്തെ ഫാഷനാണ്. അപ്പൊ കുട്ടികളോട് പറയും ഇപ്പോഴത്തെ ഫാഷനാ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് മതി. എന്റെ മാഷ, എനിക്ക് അതൊന്നും അല്ല ഒരു സംശയം. സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ എന്ന് പറഞ്ഞ ഒറ്റ കുട്ടികളില്ല എന്ന് പറഞ്ഞ മാഷന്മാർ പിള്ളേരെ പിടിക്കാൻ നടക്കാം. മാസ്റ്റർ സ്കൂളിൽ 800 കുട്ടികളൊക്കെ എങ്ങനെ വന്നു എനിക്ക് മനസ്സിലാവില്ല. പുറത്ത് പറയേണ്ട രഹസ്യമാണ്. അതായത് ഈ പ്രേമം എന്ന് പറഞ്ഞ സിനിമ റിലീസായല്ലോ. അപ്പൊ ഈ തമിഴ് ടീച്ചർമാർ ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ്. അപ്പൊ ഞാനെന്ത് കാണിച്ചു, നമ്മുടെ സ്കൂളിന്റെ പഠിക്കലൊരു പെണ്ണ് മുല്ലപ്പൂ കച്ചവടം ഉണ്ട്. ആ പെണ്ണ് നേരെ തുന്നൽ ടീച്ചറാക്കി. മുല്ലപ്പൂ കെട്ടുന്ന പെണ്ണ് തുന്നൽ ടീച്ചറാക്കി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. തമിഴ് ടീച്ചറായപ്പോ പിള്ളേരുടെ ചാകരയാണ് സ്കൂളില്. ഒറ്റ കുട്ടികൾ സ്കൂളിൽ മുടങ്ങില്ല, എല്ലാ കുട്ടികളും വരും. പക്ഷെ അപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്, പാഠപുസ്തകം ഇല്ല. അപ്പൊ പാഠപുസ്തകം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ മൊത്തം പാടത്ത് ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക. ആ സമയത്താണ് ജോർജേട്ടൻ ദൈവദൂതനാണ്. பாடக புஸ்தக பிரச்சனை என்னாச்சு? அந்த பிரச்சனை சொல்றதுக்கா நான் இங்க வந்திருக்கேன். பரவாயில்ல, இந்த ஆளு ശരിയാക്കും. ആരാ ഇത്? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, തമിഴ് ടീച്ചർ പറഞ്ഞില്ലേ. അതെ, എന്താ പേര്? മലർ. മലരാ? എന്റെ പേര് ജോർജ്. ജോർജാ? മലരേ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിൻ നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ. അപ്പൊ അവിലും മലരെ കണ്ട് മാറി പാഠപുസ്തകത്തിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കും. അതെ, പാഠപുസ്തകത്തിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കും. അല്ല, ഇവര് തമിഴ്നാട്ടിലാന്നല്ലേ പറഞ്ഞേ? അവര് ഈ തമിഴ്നാട്ടും മലയാളം ഭയങ്കര അടുപ്പത്തിലായിരിക്കും. പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല് ഇപ്പൊ അടുത്തുണ്ടല്ലോ നമ്മളെ കർക്കട വാവ് വരുന്നില്ലേ? വാവ്, അതിന്റെ ഒരു സിനിമ വരെ ഇവർ ഇറക്കിയിട്ടുണ്ട്. കർക്കടവാവ് സിനിമയോ? വാബുബലി. അയ്യോ, അത് ബാഹുബലിയല്ലേ? ബാഹുബലിയാണ്. ബാഹുബലിയല്ല, ജോർജേട്ടനാണ് കാശ് മുടക്കണേ. അത് കേരളത്തിൽ സിനിമ വരുമ്പോ അത് ബാഹുബലി ആവും. ആള് പറഞ്ഞത് കേട്ടാ മതി, പുസ്തകം വേണമെങ്കിൽ. சார் உங்க திருமணம்
തിരുമ്മിക്കോ, നീ കുറച്ച് കൊയമ്പ് മേടിച്ചോണ്ടാ. ഏതാ പൊട്ടൻ ചുക്കാതി വേണം? என்ன சொல்ற நீ அங்க ஆளுகிட்ட திருமணத்து கேக்குற உன்னை எதுக்காக அந்த ஸ்கூல்ல டீச்சருக்கு வச்சுங்க தெரியுமா திரும்ப எடுக்க உங்களை பார்த்தா ரஜினிகாந்த் மாதிரி. ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி തിരുമണം എന്ന് പറഞ്ഞ നീ തടവുന്ന തടവശൊന്നാന്ന് പറഞ്ഞു. എടാ ജോർജ് ഏട്ടന്റെ തിരുമ എന്ന് പറഞ്ഞപ്പോ നീ തടവാന്ന്. അല്ല തിരുമാനം കൊണ്ട് അവര് പറഞ്ഞു നിനക്ക് മനസ്സിലായോ? ഇല്ല. തിരുമണം എന്ന് പറഞ്ഞ തമിഴിൽ കല്യാണം എന്നർത്ഥം. തിരുമണം എന്ന് പറഞ്ഞാൽ തമിഴിൽ കല്യാണം എന്നാ. ആ അപ്പൊ ഒഴിച്ചിൽ എന്ന് പറയാ. ഒഴിച്ചലിനെ പടിയന്തരുന്നായിരിക്കും. சார் என்ன பேசுறது ஒண்ணுமே புரியல. ഒന്നുമേ പുരിയില്ല അത് പൈത്യക്കാരങ്ക പൈത്യക്കാരൻ அப்படியா? பைத்தியக்காரனா? ആ പൈത്യക്കാരനാ, നല്ല பெரிய പൈത്യക്കാരനാ? വലിയ പൈത്യക്കാരൻ, നമ്മളെ കുടുംബപരമായിട്ട് നല്ല പൈത്യക്കാരനാ. ജോർജ് ഏട്ടൻ ഇങ്ങട് വന്നേ. പൈത്യക്കാരനെന്ന് തമിഴിൽ പറഞ്ഞ പ്രാന്തരെന്ന്. നിങ്ങളുടെ കുടുംബക്കാരൊക്കെ പ്രാന്തന്മാരാ. അയ്യോ, ഇത് പൈത്യക്കാരൻ, ഞാൻ പൈസക്കാരൻ. പൈസക്കാരൻ. പൈസയുള്ള പൈത്യക്കാരൻ. അതെ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് ആ കാര്യം ഒന്നും പറയില്ല. ഞാൻ പോയി മന്ത്രിനെയൊക്കെ കൂട്ടി പുസ്തകം എടുത്തിട്ട് വരാം. അപ്പൊ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യാം. ഇനി എന്തെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യണ്ട? അപ്പൊ നമ്മള് കുട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ കുട്ടികളെ കൊടുത്തിട്ടുണ്ട്. മന്ത്രി വരുമല്ലോ, ആ സമയത്ത് കുട്ടികളൊക്കെ വന്നിട്ട് പ്രാർത്ഥന പിന്നെ പുസ്തക വിതരണം കാര്യങ്ങൾ കംപ്ലീറ്റ്. കുട്ടികളെ കലാപരിപാടികളൊക്കെ പോകണം, എന്നാലേ കുട്ടികളുടെ പാട്ടുണ്ട്. പാട്ടുണ്ടോ? പാട്ട് ഞാൻ പഠിപ്പിച്ച പാട്ടുണ്ട്. നീ പഠിപ്പിച്ച പാട്ടാ? അയ്യോ, ഇപ്പോൾ പഠിപ്പിച്ചിട്ട് നല്ല രസമുണ്ടാവും. ഇത് തമിഴിലെ പഠിപ്പിക്കുള്ളൂ. ആ, അത് ശരിയാവും. മക്കളെ മക്കളെ ഇവിടെ വന്നേ, കേറി വാ, കേറി വാ. ഇതാണ് നമ്മുടെ കുട്ടികൾ. മന്ത്രിയൊക്കെ വരാൻ സമയമായി. മറ്റേ പാട്ട് പാടിക്കോ, പ്രാർത്ഥന പാട്ടില്ലേ? കാക്കേ കാക്കേ കൂ. അതല്ല ഞാൻ പഠിപ്പിച്ചെന്ന പാട്ടില്ലേ? ഓ മറ്റേത്. ആ പടാ. മന്ത്രി മന്ത്രി ബുക്കവിടെ, സ്കൂളിൽ പുസ്തകമില്ലല്ലോ, സ്കൂളിൽ പുസ്തകമില്ല ഞാൻ, കുട്ടികൾ എക്സാം എഴുതണ്ടേ. ഞാൻ എഴുതിയതാണ്, എന്റെ ഉള്ളിൽ കവിയുണ്ട്. ഒരു തവി കിട്ടിയിട്ട് തലമണ്ട അടിച്ചു പൊട്ടി. നിങ്ങൾ എന്ത് ഈ പരിപാടി? ഇതൊന്നും വേണ്ട. മന്ത്രി ഇപ്പൊ വരാറായി. വിളിക്കാം, പോയി നോട്ടാ. പക്ഷേ കയറി വരണേ. അതെ, ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ റെഡി ആണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ്, എല്ലാം റെഡി. ആ മന്ത്രി എത്തിക്കഴിഞ്ഞു. എടോ, ഒരു മംഗളകരമായ ചടങ്ങ് നടക്കുമ്പോ ഒരു കസേരയൊക്കെ വേണ്ട ഇവിടെ? അല്ല, മന്ത്രിയല്ലേ വരുന്നത്, അതുകൊണ്ടാ കസേര ഇടാൻ. കസേര ഇരുന്നാ പിന്നെ പോവില്ലല്ലോ. അല്ലല്ല ചോദിച്ചോട്ടെ, ഇവിടെ നടക്കുന്ന എന്താ ചടങ്ങ്? പുസ്തക വിതരണ ചടങ്ങല്ലേ? അതൊരു വിദ്യാലയത്തിൽ നടത്തുന്ന ചടങ്ങല്ലേ? അതെന്താ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് നടത്തുന്നത്? സാറേ, ഇത് ഏത് സ്ഥലം എന്നറിയോ? കോമഡി നൈറ്റിന്റെ സ്റ്റേജാ. ഇവിടെ നിന്ന് ഈ പുസ്തക വിതരണം നടത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ അപ്പൊ തന്നെ ക്യാമറയിൽ പിടിച്ചിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യും, ലോകം മുഴുവൻ കാണും ചെയ്യും. പുസ്തകം കൊടുക്കുന്നത് ജോർജേട്ടന്റെ കാശല്ലോ. അപ്പൊ ഞാനും ജോർജേട്ടനും ഫേമസ് ആവും, സാറും ഫേമസ് ആവും. കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയും ചെയ്യും. അല്ല, ഈ ഷോനെ പറ്റി എന്താ സാർ അഭിപ്രായം? അതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. അതായത് 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയാളല്ലേ? ഊട്ടിയല്ല, കൊടൈക്കനാല്. ഞാനത് ആരുടെ കാര്യം പറയണത്? ഈശോയുടെ കാര്യമല്ല ചോദിച്ചേ, ഈ കോമഡി ഈശോ നല്ല റേറ്റിംഗിലെ പരിപാടിയല്ലേ കോമഡി നൈറ്റ്? ഞാനൊരു കാര്യം പറയാം. ഇത് ഓണത്തിന്റെ പരീക്ഷ നടത്താണ്ട് മാവേലി ആകെ നാണം കെട്ടിട്ടേ ഉള്ളു. അതുപോലെ നമ്മളെ സംഭവമാക്കാൻ പാടില്ല കേട്ടോ. എന്താ മനസ്സിലായില്ല? ഡിസംബർ 25 ക്രിസ്മസ്. അത് കൃത്യമായിട്ട് പരീക്ഷ നടത്തണം. ക്രിസ്മസ് അപ്പം കുഴവാക്കാൻ പാടില്ല. അല്ല, എനിക്കൊരു തെറ്റ് പറ്റില്ല. അടുത്ത പരീക്ഷ കറക്റ്റ് ആയിരിക്കും. ഓണ പരീക്ഷ ഇങ്ങനെ ആയിപ്പോയി. അതാണല്ലോ. അല്ല സാറേ, ഇയാള് മലയാള അധ്യാപകനാണ്. ചോദിക്കി സാറേ, ചോദിക്കാനുള്ള സാറേ. എനിക്കൊരു കാര്യം ചോദിക്കാൻ, സാറ് വന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സാർ ഈ മലയാളത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ സാറ് ചെയ്യുന്നുണ്ടോ? മലയാളത്തിന് വേണ്ടി ഇവിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്പോക്കൺ മലയാളം കോച്ചിങ് സെന്റർ സ്റ്റാർട്ടാക്കിയില്ലേ? മലയാളികളാണ് ചെയ്തത്. മലയാളികൾക്ക് എന്തിനാ മലയാളം? മലയാളികൾക്കല്ല, ബംഗാളികൾക്ക്. ഇവിടെ ബംഗാളികളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണ്ട. അവർക്ക് നമുക്കൊരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയും? ആൾക്കാർ പാടുപെടില്ല ഹിന്ദി പറഞ്ഞിട്ട്. അവര് മലയാളം പഠിച്ചാൽ നമുക്കിതാ ആ ചുമര് തേക്ക്, ആ കെട്ടിടം ഇങ്ങനെയാക്കി പറയാലോ. അത് നല്ലൊരു കാര്യം. എന്നാലും ഉണ്ടല്ലോ, നിങ്ങൾ അഴിമതിയിൽ കുളിച്ചിരിക്കുക. ഈ അഴിമതി ചെയ്യുന്ന മന്ത്രിമാരെയൊക്കെ പുറത്തായിക്കൂടെ നിങ്ങൾക്ക്? അത് പറ്റൂല. എന്നാ പിന്നെ അഴിമതി ചെയ്യാത്ത മന്ത്രിമാരെ പുറത്താക്ക്. അത് തീരെ പറ്റൂല. എന്താ? അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇവിടെ ഇല്ലല്ലോ. പുറത്താക്കാൻ പറ്റുമോ? എനിക്കൊരു കാര്യം പറയാണ്ട്, നിങ്ങൾ ഈ ഭരിക്കുന്ന സമയത്ത് ഒരു കർഷകനും കുടുംബം പച്ചക്കറി നിന്ന് ആത്മഹത്യ ചെയ്തു.
കർഷകൻ പച്ചക്കറി ആത്മഹത്യ ചെയ്യേ. വിഷത്തിന് ഭയങ്കര വിലല്ലേ, പച്ചക്കറിക്ക് വില കുറവല്ലേ, അത് ഇഷ്ടംപോലെ വിഷം ഉണ്ടാവും. അത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മരിക്കുകയാണ് ആൾക്കാര്. അത് നല്ല കാര്യമാണ്. ശരിയല്ല സാർ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അല്ലെ, എനിക്ക് ഈ രാഷ്ട്രീയത്തോട് തീരെ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. സാറെ കണ്ടപ്പോൾ എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാവും, നല്ല ഭാവിയുണ്ട്, ജനങ്ങൾക്ക് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയ മനസ്സുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ മന്ത്രിയായിട്ട് പെട്ടുപോയത്. പെട്ടത് ഇപ്പൊ ജനങ്ങളല്ലേ, നിങ്ങളല്ലല്ലോ ആകെ പെട്ടുപോയില്ലേ നമ്മള്. എന്റെ സാറേ, നിങ്ങൾ ഭരിച്ചിട്ട് എന്തെങ്കിലും ഒരു വികസനം നാട്ടുകാർക്ക് വേണ്ടി സാറ് ചെയ്തോ? ഞാൻ കേരളത്തിൽ 4 ഒരു പാത വരുത്തിയില്ലേ. 4 വരെ വായിന്ന് പദവരുത്ത നിങ്ങളെ പേപ്പട്ടിയാ. പേപ്പട്ടിന്റെ അച്ഛൻ എന്താ പറഞ്ഞ അച്ഛനോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് അച്ഛാദിൻ നമ്മളെ പുതിയ നടപടിയാണ്. അച്ഛാദിൻ ജോർജേട്ടന്റെ ഏറ്റവും നല്ല ദിവസം ഷൂട്ട് ചെയ്ത് ലോകം മൊത്തം കാണുമല്ലോ. എന്നാ പിന്നെ നിന്റെ അച്ഛാദിൻ, നിന്റെ അച്ഛാദിൻ, നിന്റെ അച്ഛാദിൻ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പാഠപുസ്തക വിതരണത്തിന് നമ്മുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ആദ്യമായിട്ട് ഒരു ഈശ്വര പ്രാർത്ഥനയുണ്ട്. പിന്നെ അത് വേണം. നമ്മുടെ ടീച്ചറാണ്, മലർ ടീച്ചർ. ആരെ പാടണേ? മലർ മലർ ആയിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ. കലക്കും. കലക്കണം. കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കണ്ണാലെ കണ്ടപടി കെട്ടിപ്പൂടിടാ. ഇത് ഞാൻ നിനക്ക് എഴുതിയ ലവ് ലെറ്റർ ആണ്. അതെ, ഈശ്വര പ്രാർത്ഥന ഒന്നും വേണ്ട. പരിപാടി പറഞ്ഞ മന്ത്രിക്ക് പോയിട്ട് 100 കൂട്ടം കാര്യമുണ്ട്. മക്കളെ വാ, 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 വാ. ആ പിള്ളേരുടെ പേരൊക്കെ വിളിച്ച് എല്ലാരും വന്ന് കാലോട്ട് വന്നിക്കും. ഓരോരുത്തരുടെ പേര് വിളി. ചേർന്ന് നിന്നോട്ടോ, ക്യാമറയിൽ പെടുന്നത്. എല്ലാരും കാലോട്ട് വന്നിക്കും. ആദ്യം കാല് പിടിക്കും, പിന്നെ തലക്കേറലുണ്ടാവും. ആരെന്താ കാണിക്കുന്നു? അല്ല, ഞാൻ കരുതി മാറുപോലെ കളിയാണ്. അത് ഓരോരുത്തരുടെ പേര് വിളിച്ച് വിനീഷ്, കൈയടിക്കേ. സതീഷ്, ഫിനീഷ്, ഫിനീഷ്. ഓക്കെ, സന്തോഷായില്ലേ? മക്കൾക്ക് സന്തോഷായില്ലേ? പാഠപുസ്തകം കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ജോർജ് സാറാണ് കേട്ടോ. ജോർജേട്ടൻ മറക്കരുത്, പിള്ളേരെ ആരും മറക്കരുത്. എന്ത് പണിയാണ് കാണിച്ചേ? ഇവിടെ പുസ്തകം ഇല്ലാന്ന് പറഞ്ഞ ഒച്ചയും ബഹളം സമരമായിട്ട് ഞങ്ങളുടെ ജോർജേട്ടൻ കാശ് മുടക്കി പുസ്തകം തിരിച്ചറിയാം. എന്തായാലും ഓണ പരീക്ഷ കഴിഞ്ഞു, ആ ഭാഗം അങ്ങ് കീറി കളഞ്ഞതാ. ഇനി ബാക്കിയുള്ളത് പഠിച്ചാ പോരെ. കറക്റ്റാണ്, നീ പറഞ്ഞത് കറക്റ്റാണ്. എന്റെ സാറ് പിള്ളേരുടെ അവസ്ഥ കണ്ടില്ലേ? സാറേ, ഇത് എന്തിനാ സാറേ ഈ പിള്ളേരെ ഇങ്ങനെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പാഠപുസ്തകങ്ങൾ നേരത്തെ അങ്ങ് അച്ചടിച്ചു കൊടുത്താ പോരെ. അത് ഞാൻ പ്രശസ്തനാവാൻ വേണ്ടിയാണല്ലോ. പ്രശസ്തനാകാൻ വേണ്ടിയിട്ടാ. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല കാര്യം ചെയ്താൽ ആരും പ്രശസ്തനാവൂല, മോശമായ കാര്യങ്ങൾ ചെയ്താലേ പ്രശസ്തനാവൂ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ കുറെ മാസങ്ങളിൽ ടിവിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് നേരം വൈകി അടിച്ചതല്ലേ? ഇവരല്ലേ പറഞ്ഞ പ്രശസ്തനാകാൻ വേണ്ടിട്ട് ഇങ്ങനെയല്ല ചെയ്യണം, എല്ലാം നല്ല ഉപകാരം ചെയ്യണം. നല്ല കാര്യം ചെയ്ത് എന്റെ സാറ് പ്രശസ്തനാവില്ല. ആർക്ക് പുസ്തകം കൊടുക്കണം? എനിക്ക് പ്രശസ്തനാണോ? നല്ല കാര്യം ഞാൻ ചെയ്യില്ല. എന്താ നിങ്ങൾ കാണിക്കണ? കുട്ടികളെ വിളിച്ച് വരുത്തി അപമാനിക്കുക നിങ്ങൾ. പിന്നെന്താ? പിന്നെ പാഠപുസ്തകം കൊടുത്തിട്ട് നിങ്ങൾ എന്താ കൊടുക്കാത്ത? അപ്പൊ എനിക്ക് പ്രശസ്തനാകണ്ടേ? എന്റെ സാറ് ഇത് ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾ കാരണം ഇതൊക്കെ സംഭവിക്കണത്. ഞാൻ എന്ത് ചെയ്യുന്ന? നിങ്ങൾ എന്താ പറയണേ? ഈ കുട്ടികൾ പഠിക്കണം, പരീക്ഷ എഴുതണം, പാസ്സാവണം. ഇവരുടെ ഭാവി എന്താവും? കുട്ടിയുടെ ഭാവിയുടെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. കുട്ടികൾ പഠിച്ചാലും ശരി, പഠിച്ചില്ലെങ്കിൽ ശരി, പരീക്ഷ എഴുതിയാലും ശരി, എഴുതിയില്ലേ ശരി, അവരെ എല്ലാരും വിജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു പാരാത്രിക്ക് ഒരു മണിയറ വായില് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ശ്രീനിവാസ, സവാരി ഗിരിഗിരി കയ്യട് മോനെ. ക്യാരക്ടർ റോൾ ചെയ്യാം, നായകൻ കിട്ടിയ നായകനും ചെയ്യാം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ ഞങ്ങൾ, വിധിയുടെ ബലി മൃഗങ്ങൾ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇക്കാടെ വിശേഷം തന്നെ ആദ്യം നമുക്ക് ചോദിക്കാം. ഇക്ക അർണോൾഡിന്റെ വലിയൊരു ഫാനാണ്, എല്ലാമാണ്. അദ്ദേഹത്തിനെ കണ്ട വ്യക്തി കൂടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് പറഞ്ഞതാണ്, പക്ഷെ ഒന്ന് ചെറുതായിട്ടെങ്കിലും. ഇല്ല, അത് ഞാൻ ചെറുപ്പകാലം മുതലേ വളരെയധികം ആഗ്രഹിക്കുന്നൊരു സംഭവമായിരുന്നു ആർണോൾഡിനെ കാണുക എന്നുള്ളത്. ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു. അത് മൂവി മുഖാന്തരം എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹം കാണുക, അത് തിരിച്ച് നമ്മളെ അദ്ദേഹം ഒന്ന് മൈൻഡ് ചെയ്തു എന്നുള്ളതാണ് മെയിൻ കാര്യം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. ഇക്ക ബോഡി ബിൽഡിങ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ആഹാര
ആഹാരം എപ്പോഴൊക്കെ സാധാരണ ആഹാരം തന്നെ കഴിക്കുന്നുള്ളൂ. കോമ്പറ്റീഷൻ പീരീഡിൽ ഞാൻ പണ്ട് കോഴിമുട്ട, പാല്. എത്ര കോഴിമുട്ട? അന്നൊരു 8-10 കോഴിമുട്ടയൊക്കെ കഴിക്കും. എന്റെ ദൈവം, ഇപ്പൊ എല്ലാ പയ്യന്മാരും ഇവിടെ ഇത്രയും കോഴിമുട്ടയ്ക്ക് എവിടെ പോകും? മുട്ട മാത്രമേ കഴിക്കുന്നുള്ളൂ ആൾക്കാർ. അന്ന് ബീഫ് കഴിക്കായിരുന്നു ഞാൻ, പിന്നെ പാല് കുടിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ബോഡി ബിൽഡിംഗ് ആണ് ചെയ്തിരുന്നത്. രാവിലെ 3 മണിക്കൂർ, വൈകിട്ട് 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് 84 എനിക്ക് മിസ്റ്റർ ഇന്ത്യ കിട്ടിയത്. പിന്നെ 92 വീണ്ടും മിസ്റ്റർ ഇന്ത്യ കിട്ടി. ഓ, കൺഗ്രാജുലേഷൻ. അന്നന്ന് നമുക്ക് ഇതുപോലെ വിഷയാനോ ഒന്നിനും സാധിച്ചില്ല. അപ്പോൾ വളരെ ലേറ്റായെങ്കിലും എൻ്റെ ആശംസകൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ബോഡി ക്രമങ്ങൾ. ചേട്ടാ, എല്ലാവരും മുട്ട കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ മുട്ട എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അന്ന് കിട്ടുന്നത് നമുക്ക് അറിയുന്ന സാധനങ്ങളാണ്. അന്നൊന്നും അത്രയും എന്താ പറയുന്നത് അഡ്വാൻസ്ഡ് അല്ലാതെ അത്രയും ഇതിനെപ്പറ്റി ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എത്ര കലോറി, ശാസ്ത്രീയമായിട്ടൊന്നും അറിയില്ല. നമുക്ക് അറിയുന്ന രൂപത്തിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ കഴിക്കുക, അങ്ങനെയുള്ളതാണ്. ഇപ്പോഴും എൻ്റെ ഒരു പോളിസി നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക. ആ മെയിൻറ്റെയിനിങ് ആണ് നല്ലത്. ഇപ്പോൾ പിന്നെ ഒരുപാട് വാ നിറച്ച് പ്രാധാന്യമുള്ള വേഷങ്ങൾ കിട്ടിയിട്ടില്ല രണ്ടുപേർക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വേഷം തരികയാണ്, ചെയ്ത് ഫലിപ്പിക്കും. ചേട്ടൻ മമ്മൂക്കാടെ രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ, മമ്മൂക്കയല്ല ഒരു പക്ഷേ ചേട്ടനാണെങ്കിൽ ആ ക്ലൈമാക്സ് പോർഷൻ എങ്ങനെ അഭിനയിക്കും? അല്ല, അതവിടെ നിൽക്കട്ടെ, മമ്മൂക്ക അഭിനയിച്ചില്ല എന്ന് കൂട്ടിക്കോ. ആ പോർഷൻ ചേട്ടന് ആരെ വേണം? ലാലേട്ടൻ. ഓക്കെ, ലാലേട്ടൻ അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു വേഷം ചേട്ടന് ചെയ്യണം. ഓക്കെ, രാജമാണിക്യത്തിൽ മമ്മൂക്ക അഭിനയിച്ച ആ പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. കരഞ്ഞുകൊണ്ട് ആരാണെന്നറിയാം, മാണിക്യം. ആ ഡയലോഗ് ചേട്ടൻ പറയണം. അയ്യോ, ഇപ്പൊ ഇവിടെ മമ്മൂക്കാക്ക് പകരം ഇക്കായാണ്. റെഡി? ഒരു പായരാത്രിക്ക് ഒരു മണിയറ വായില് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്തരാണ് നിനക്ക് വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പൊ ആ അമ്മ പറഞ്ഞ് ആ മകൻ അറിയില്ല. അതോടെ തീ നീട്ടി പൂജ്യം പേരൊക്കെ ഇതായിരിക്കുന്നു. എന്തൊരു നോക്കണത്? ഞാൻ പറഞ്ഞില്ല ഇതൊന്നും വേണ്ടെന്ന്. ഈ വലിയ മനുഷ്യണ്ടല്ലേ, ഇറ്റേറ്റ പേരാണ് മാണിക്യം. രായമാണിക്യം. അത് ജസ്റ്റിസ് ലാലേട്ടൻ അഭിനയിച്ച ഒരു സീക്വൻസ് ആണ്. ഇപ്പോ അജിത്തേട്ടനാണ് ലാലേട്ടൻ ഇമിറ്റേറ്റ് ചെയ്തത്. അജിത്തേട്ടനാണ് ആ വേഷം ചെയ്താൽ. ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാറ്റെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗലറിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലടാ ഉണ്ണി, ഇത്രയും വരും കുപ്പി. ശ്രീനിവാസ, സവാരി ഗിരിഗിരി കയ്യട് മോനെ. ഓക്കെ, അതെന്തായാലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഇപ്പൊ ഡയറക്റ്റ് ചെയ്ത സിനിമ? ഞാൻ സിനിമയിൽ വന്നത് ശരിക്കും സംവിധാനം പഠിക്കാൻ തന്നെയാണ് സിനിമയിൽ വന്നത്. അതെല്ലാവർക്കും അറിയാം, പല ചാനലുകളും ഞാനിതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് പത്മരാജനാണ്, പത്മരാജ സാറാണ്. അങ്ങനെ പിന്നെ യാദർശ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു നടന രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ സംവിധാനം ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിച്ചു. ആ സിനിമയുടെ പേര് കോളിംഗ് ബെൽ എന്നാണ്. കോളിംഗ് ബെല്ലാണ് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് ആത്മസംതൃപ്തി, നമ്മൾ നേരത്തെ പറഞ്ഞ അഭിനയിക്കാനുള്ള ഒരു സംതൃപ്തി കിട്ടത്തക്ക രീതിയിൽ മാക്സിമം ചേട്ടൻ അഭിനയിക്കും. ഞാനാണ് അതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ 1 മാസം 2 മാസമൊക്കെ ഉള്ള ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ എടുത്തുകൊണ്ട് പോയി അവരെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ഒരു നല്ല കള്ളൻ്റെ കഥയാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണി പോലത്തെ ഒരു ക്യാരക്ടറാണ്. പടം പൂർത്തീകരിച്ചു. അതിനകത്ത് നടൻ ദേവനുണ്ട്, കലാഭവൻ ഷാജോനുണ്ട്, കൊച്ചുപ്രേമനുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ സ്വരാജിനെ വിളിച്ചു, സ്വരാജ് പറഞ്ഞു സൗകര്യമില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടേ ഇല്ല. വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇല്ല, അപ്പോൾ തിരക്കായിരുന്നു. കാര്യം വെച്ചാൽ ഞാൻ ചോദിക്കുകയും ചെയ്തു, എന്തായിട്ടാ നമ്മളില്ല. ഇല്ല സുരാജ്, പിന്നെ അതിൽ അത്ര വലിയൊരു സാധനങ്ങളൊന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു.
വിളിച്ചിട്ടില്ല. ഇത്രയും നല്ല സുഹൃത്തായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത പടത്തിൽ തീർച്ചയായിട്ടും രണ്ടുപേരും ഞാൻ ഉണ്ടാവും. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വരാം. ഇല്ല പോവും. അതിനെന്താ? തീർച്ചയായിട്ടും നമുക്ക് സാധാ കിട്ടുന്നതിനേക്കാളും ക്യാഷ് തരെയല്ലേ? അതെ തീർച്ചയായിട്ടും ക്യാഷ് തരാം. തന്നെ മാന്യമായിട്ട്. ചേട്ടാ, നിങ്ങൾ സിനിമ അത്രയും സ്നേഹിക്കുന്ന പൈസ തരണ്ട, ഞാൻ വന്ന് അഭിനയിക്കും. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി താങ്ക് യു. ചേട്ടാ, പുതിയ സിനിമ ഏതാ? പുതിയ സിനിമ ഒന്ന് അച്ചാദിൻ. അച്ചാദിൻ, അതിൽ എന്താണ്? അതില് ഒരു സീനേ ഉള്ളൂ. ഒരു സീനേ ഉള്ളൂ. ചെറിയ സീൻ. എല്ലാത്തിലും വലിയ സീനാണോ? അടുത്ത് വരുന്ന പടത്തില് വലിയ സീനാണ്. അതേതാണ് വലിയ സീൻ? വെച്ചാൽ ഒരുപാട് ഡയലോഗ് ഉള്ളത്. ഡയലോഗ് അല്ല, നല്ല ഇമ്പോർട്ടൻറ്റ്. ലാലേട്ടന്റെ കൂടെയുള്ള ക്യാരക്ടറാണ്. ഓ, ഏത് ലോഹം? രഞ്ജേട്ടന്റെ. അത് പൊളിക്കും. അത് പൊളിക്കുന്ന ഒരു സാധനമാണ്. ആണോ? അപ്പൊ അത്രയും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അത് കഴിഞ്ഞാല് നാദിർഷ ഡയറക്ട് ചെയ്ത് അമർ അക്ബർ അന്തോണിയില്. അമർ അക്ബർ അന്തോണിയല്ല, അന്തോണിയാണ് ഇത്. അന്തോണി ആക്കിയ അമർ. ഞങ്ങൾ അന്തോണിയാണ്. ആന്റണി. അപ്പൊ അതില് അക്ബർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് ജയസൂര്യാണ്. ജയസൂര്യയുടെ ഫാദറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ആദർശ എന്നൊരു വേഷമാണ്. അത് മോശമല്ലാത്ത റോളാണ്. അതെന്തായാലും ഞെട്ടിച്ച് എനിക്ക് ഒരു കൗതുകം തന്നെ തോന്നി. സ്റ്റാലിൻ മമ്മാലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതില്. സഖാവാണ്, ജിമ്മാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പൊളിക്കാണ്. ഇനി ഇത്രയും സിനിമകളാണ് റിലീസ് ആവാനുള്ളത്. ലോഹമാണ്. ലോഹം ഒരു ബ്രേക്കാണ്. ഇക്കാടെ ഒരു ബ്രേക്കായി മാറട്ടെ, ഒരു വലിയ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. വേറെ നമ്മളെ ഭാസ്കറിൽ എനിക്ക് വലിയൊരു വേഷം നഷ്ടപ്പെട്ടതായിരുന്നു. അപ്പൊ അത് തമിഴിൽ റീമേക്ക് ചെയ്യുന്നുണ്ട്. ആ ചെയ്യാൻ പറ്റാത്ത വേഷം തമിഴിൽ ചെയ്യാൻ പോകുന്നു. സിദ്ദീഖ് സാർ വാഗ്ദാനിട്ടുണ്ട്. ഓ, അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അങ്ങനെ സിദ്ദീഖ് സാർ ഒരു വാഗ്ദാനം കൂടെ കൊടുത്തു. എന്തായാലും അദ്ദേഹം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാലിച്ചിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും തമിഴിലും ഇനി അങ്ങോട്ട് പോയി കറങ്ങിയിട്ട് ചേട്ടൻ പറയാണ് തമിഴില് പൊക്കോ, ഇനി തിരിച്ചു വരരുതെന്ന്. വന്നിട്ട് അവിടെ പോയിട്ട് ഇവിടെ തിരിച്ചു വരില്ല. എല്ലാവരും തമിഴിൽ പോയിട്ട് തിരിച്ചു ഇവിടെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരരുത് എന്ന്. അത് വെച്ചാൽ രക്ഷപ്പെടാനാണ്. അവിടെ പോയി രക്ഷപ്പെടാൻ. ഞാൻ പറഞ്ഞില്ലേ, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിച്ചു. എന്നാലും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി കോമഡി ചെയ്യാം, ആക്ഷൻ ചെയ്യാം, ക്യാരക്ടർ റോൾ ചെയ്യാം, നായകൻ കിട്ടിയാൽ നായകനും ചെയ്യാം. കിട്ടിയാൽ അല്ല, ഒന്ന് രണ്ട് സിനിമയിൽ ഈ പറഞ്ഞ മാതിരി മെയിൻ ഒറ്റയ്ക്കല്ലെങ്കിലും കൂട്ടത്തിൽ നായകന്മാരായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല ഉഗ്രനായിട്ട് കോമഡി ചെയ്യാൻ സാധിക്കും. വളരെ സീരിയസ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്താൽ മതി. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ ഏത് കിട്ടിയാലും നമ്മൾ അഭിനയിക്കാൻ നമ്മളെ കഴിയുന്ന രൂപത്തിൽ അത് ഫലിപ്പിക്കുക. അത് ജനങ്ങൾ കോമഡി ആണെങ്കിൽ ചിരിക്കുകയും വില്ലൻസിസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെറുക്കുകയും ഇതൊക്കെ ചെയ്ത് നമ്മൾ ചെയ്ത കഥാപാത്രം വിജയിച്ചു, നമ്മുടെ അഭിനയം നന്നായി എന്നുള്ളതാണ്. അതിന് സംതൃപ്തിയാണ്. അതിന് ചെറിയ റോളായാലും സീന് കൂടിയാലും സീന് കുറഞ്ഞാലും ഒക്കെ നമുക്ക് സന്തോഷമാണ്. അതാണ് വേണ്ടത്. അതിന് പ്രോത്സാഹിപ്പിക്കുക, അതിന് നമ്മളെ അനുഗ്രഹിക്കുക. തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും ഇതുപോലെ കൈയടിക്കുന്ന നല്ല നല്ല സീനുകൾ ചേട്ടൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ചേട്ടനും ഇനി ഡയറക്ഷനാണോ? എൻ്റെ സിനിമ ഞാനിപ്പോൾ ഈ ആദ്യം ചെയ്ത സിനിമ കുറച്ച് സാങ്കേതികമായ ചില കാരണങ്ങളാൽ അത് റിലീസ് ചെയ്യാൻ താമസിക്കുന്നതുകൊണ്ട് ഞാനൊരു പുതിയ പടം തുടങ്ങി. ആ പടത്തിൻ്റെ പേര് പകൽ പോലെ എന്നാണ്. പകൽ പോലെ സ്റ്റാർട്ട് ചെയ്തോ? പടം തുടങ്ങി. അത് അതിനകത്ത് റിയാസ് ഖാൻ ഉണ്ട്, കുറേ നടന്മാരുണ്ട് അതിനകത്ത്. അതൊരു ഫെസ്റ്റിവൽ സിനിമ, ഒരു ഫെസ്റ്റിവൽ മൂഡ് സിനിമയാണ്. അത് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. അങ്ങനെ പോകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് കൂടുതലും സംവിധാനം ചെയ്യണം എന്നുള്ളതുണ്ട്. എന്നാൽ ജീവിക്കാൻ ഏത് വേഷം കിട്ടിയാലും ഞാൻ ഇനിയും പോകും, അഭിനയിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ. അതുപോലെ തന്നെ നല്ല ഡയറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന നല്ല നല്ല ഉഗ്രൻ സബ്ജക്റ്റുകൾ ചേട്ടനെ തേടി വരട്ടെ. അതിനുവേണ്ടി പുറകെ പോകാറുണ്ടോ? ഇല്ല ഞാൻ എൻ്റെ സബ്ജക്റ്റ് ചേട്ടനാണോ എഴുത്തും? ഞാൻ തന്നെയാണ്. എൻ്റെ കഥ ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. കഥ, തിരക്കഥ, സംവിധാനം, തീർച്ചയായിട്ടും അഭിനയം, തീർച്ചയായിട്ടും എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടാം. ഇന്ന് ഇവരുടെ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഇവരുടെ നിങ്ങളുടെ ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം, വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ ഞങ്ങൾ, വിധിയുടെ ബലിമൃഗങ്ങൾ.
ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം. ഓ തകർത്തു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. എന്തായാലും ഈ രണ്ട് കലാഹൃദയങ്ങളും ഈ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു അജിത്തേട്ട, താങ്ക് യു ഇക്ക, ഒരുപാട് സന്തോഷം. വീട്ടുകാരെല്ലാവരെയും എൻ്റെ അന്വേഷണം അറിയിക്കുക. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ഇവിടെ പരിപൂർണമാകുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു.